സ്ത്രീകളുടെ ആർത്തവ ചക്രം, അതുപോലെ അവരുടെ മെൻസ്ട്രൽ ഹെൽത്ത്, അവരുടെ ഫെർട്ടിലിറ്റി, വന്ധ്യത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ബാധിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിംറ്റംസ്, PCOD അഥവാ PCOS. ഈ PCODയുടെ പേര് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങ് മാറ്റി. അതിൻ്റെ പുതിയ പേര് PMOS എന്നാണ്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര് വല്ലാതെ ഒരു നാരോ ഡൗൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന നാമമാണ് എന്ന് സയൻസ് കണ്ടുപിടിക്കപ്പെട്ടു. ഏകദേശം 14 വർഷത്തോളം നിരവധി രാജ്യങ്ങളിൽ ഒരേ സമയത്ത് 22,000-ൽ പരം ക്ലിനീഷ്യൻസിനെയും പേഷ്യൻസിനെയും നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു പേരുമാറ്റം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്, തീരുമാനിച്ചത്. നമുക്ക് ഈ പേരുകളിലുള്ള വാക്കുകൾ ഓരോന്നായിട്ട് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. ഒന്നാമത്തത് പോളി എൻഡോക്രൈൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഒന്നിലധികം ഹോർമോൺ സിസ്റ്റംസ് ഒരേ സമയത്ത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻസുലിൻ ഇൻവോൾവാണ്, മറ്റൊന്ന് ഹോർമോണുകൾ, സെക്സ് ഹോർമോണുകൾ ഇൻവോൾവാണ്, പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്റെറോൺസ് ഇൻവോൾവാണ്, ചില സന്ദർഭങ്ങളിൽ കോർട്ടിസോൺ ഇൻവോൾവാണ്. അപ്പോൾ പല തരത്തിലുള്ള ഹോർമോൺ സിസ്റ്റംസ് ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻവോൾവാണ്. രണ്ടാമത്തെ ഒന്ന് മെറ്റബോളിക്കാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് അമിതമായി വരുന്ന കാലറിയെ സൂക്ഷിച്ചു വെക്കുന്ന, ഫാറ്റായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പ്രക്രിയ, അവിടെയും എന്തോ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അതാണ് മെറ്റബോളിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒവേറിയൻ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പീരീഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ കൺസീവ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവാണ്. അതും ഡിസ്ഫങ്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സിൻഡ്രോമാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പല അവയവങ്ങളിൽ ഉണ്ടാകുന്ന പല സിംറ്റംസും, പല ലക്ഷണങ്ങളും, അതും പല ലക്ഷണങ്ങളും അന്യോന്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് A ക്യാൻ ഇൻഫ്ലുവൻസ് B ക്യാൻ ഇൻഫ്ലുവൻസ് C ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് A. ആൻഡ് അത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിംറ്റംസും പലതരത്തിലുള്ള ഓർഗൻസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്.